തുടങ്ങാം. 5th മൊഡ്യൂൾ സെയിം. പിന്നെ നമ്മൾ ഫ്രൈഡേയിലത്തെ പോർഷൻ കണ്ടിന്യൂ ചെയ്യാണ് 19ാമത്തെ. പക്ഷെ ഞാൻ ആദ്യം തൊട്ടൊന്ന് പറയാം, കാരണം നമ്മൾ അന്ന് ആർക്കും മനസ്സിലായില്ല എന്നുള്ളതുകൊണ്ട് പകുതിക്ക് വെച്ച് നിർത്തിയിരുന്നല്ലോ. സോ നമുക്ക് ഫസ്റ്റിൽ നിന്ന് തന്നെ ഒന്ന് തുടങ്ങാം ഫ്രഷ് ആയിട്ട്. പ്രയർ നടക്കുന്നുണ്ട്, അതൊന്ന് കഴിഞ്ഞു കേട്ടോ. ഓക്കെ, താങ്ക് യു. അത് ഇത്ര നാൾ ഇത്ര അടുത്ത് കേൾക്കലുണ്ടായില്ല, അതുകൊണ്ടാണ് കേട്ടോ. സോറി ഫോർ ദ ഡിസ്റ്റർബൻസ്. അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. 19th ലെസൺ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആൻഡ് ഓൾട്ടർനേറ്റിംഗ് കറന്റ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ, 19th ചാപ്റ്ററിൽ നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്താണ്, അതുപോലെ തന്നെ ഫാരഡേ ലോസ് പഠിക്കും. ഫാരഡേയുടെ ലോസിലാണ് നമ്മൾ സെൽഫ് ഇൻഡക്റ്റൻസ്, മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഒക്കെ കാണുന്നത്. അതുപോലെ തന്നെ ജനറേറ്ററുകൾ, ട്രാൻസ്ഫോമറുകൾ തുടങ്ങിയ ഡിവൈസസിന്റെ കൺസ്ട്രക്ഷനും വർക്കിങ്ങും ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. അതുപോലെ തന്നെ AC സർക്യൂട്ടുകളായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഓൾട്ടർനേറ്റിംഗ് കറന്റ് നമ്മളിവിടെ കാണും. ഓക്കെ, ഇനി നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ കണ്ടതാണ്. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ഇലക്ട്രിക്കൽ കണ്ടക്ടറുകളിൽ, അതായത് മാറി മറിഞ്ഞു വരുന്ന മാഗ്നറ്റിക് ഫീൽഡില് ഉള്ള ഒരു ഇലക്ട്രിക്കൽ കണ്ടക്ടറിൽ ജനറേറ്റ് ചെയ്യപ്പെടുന്ന ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സിനെയാണ് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് EMF അഥവാ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. EMF അല്ല, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്താണെന്നാണ് പറഞ്ഞത്. ഈ EMF എന്ന് പറയുന്നതിന്റെ ഫുൾ ഫോം ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ് ആണ് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ലെസൺ വെച്ച് പയ്യെ വായിച്ചു പോരാം. അപ്പോൾ ഈ ഒരു ലെസണിൽ നമ്മുടെ ഫസ്റ്റത്തെ പേജിൽ ഇപ്പൊ ഞാൻ പറഞ്ഞ ആ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് തന്നെ ഉള്ളൂ. അതന്ന് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്നാണ് പിന്നെ നമ്മൾ അടുത്ത പേജിൽ കാണുന്നത്. അത് പറയാനായിട്ട് നമ്മൾ ഒരു ചെറിയ എക്സ്പെരിമെന്റ് വെച്ചു. അന്ന് നമ്മൾ എന്തൊക്കെയാണ് അതിൽ പറഞ്ഞത്, നമ്മൾ ഒരു കറന്റ് ക്യാരി ചെയ്യുന്ന ഒരു റിങ് നമ്മൾ സങ്കല്പിച്ചു. ആ വട്ടം വൃത്താകൃതിയാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ അതിനു ചുറ്റും 2 കോയിലുകൾ റാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതിൽ ഒന്നിലേക്ക് ബാറ്ററിയും സ്വിച്ചും മറ്റൊന്നിലേക്ക് ഗാൽവനോമീറ്ററും ഘടിപ്പിച്ചിട്ടുണ്ടാവും. സോ ഇവിടെ നടക്കുന്ന ആക്ടിവിറ്റി എന്താണ് നെക്സ്റ്റ്, അതാണ് നമ്മൾ അതിലൂടെ നോക്കുന്നത്. അപ്പോൾ ആ ഒരു ആക്ടിവിറ്റി കണ്ടക്ട് ചെയ്യുന്ന സയന്റിസ്റ്റിന്റെ പേര് ഫാരഡേ എന്നാണ്. ഒരു
സ്റ്റഡി ആയിട്ടുള്ള, അതായത് യാതൊരു ചേഞ്ചസ്, പ്രത്യേകമായ ചേഞ്ചസ് നടക്കാതിരിക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഉള്ള കണ്ടീഷനിൽ അവിടെ ഇലക്ട്രിക് കറന്റ് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു, മാറ്റമില്ലാത്ത വരുന്ന ഇലക്ട്രിക് ഫീൽഡിൽ, മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു ഇലക്ട്രിക് കറന്റ് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. അപ്പൊ ഇതാണ് അദ്ദേഹം കണ്ടുപിടിക്കുന്നത്. അപ്പൊ അതിനു വേണ്ടി അദ്ദേഹം എടുത്ത അറേഞ്ച്മെന്റ് അല്ലെങ്കിൽ അപ്പാരറ്റസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഗാൽവനോമീറ്റർ എന്തിനാണ് നമ്മൾ ഘടിപ്പിക്കുന്നത്? സർക്യൂട്ടിനുള്ളിൽ ഇൻഡ്യൂസ്ഡ് കറന്റിന്റെ പ്രസൻസ് ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗാൽവനോമീറ്റർ ഘടിപ്പിക്കുന്നത്. അപ്പൊ ആദ്യം തന്നെ ഒരു സ്റ്റഡി കറന്റ് ഫ്ലോ ചെയ്യുന്ന സമയത്ത് ഗാൽവനോമീറ്ററിൽ, അതായത് നമ്മൾ യാതൊരു മാറ്റവും കൊടുക്കാത്ത സമയത്ത് ആ സർക്യൂട്ടിനുള്ളിൽ യാതൊരു ചേഞ്ചും സംഭവിക്കില്ല. അതുകൊണ്ട് തന്നെ ഗാൽവനോമീറ്റർ അനങ്ങത്തില്ല, അതായത് ഡിഫ്ലക്ഷൻ ഒന്നും കാണിക്കില്ല. പക്ഷെ നമ്മൾ ലെഫ്റ്റ് സർക്യൂട്ടിൽ ഒരു ബാറ്ററിയും സ്വിച്ചുമായിട്ട് കണക്ട് ചെയ്ത് ആ സർക്യൂട്ടിലെ സ്വിച്ച് ക്ലോസ്ഡ് ആയിട്ട്, അതായത് സ്വിച്ച് ഇടാതെ ഇരിക്കുന്ന അവസ്ഥയിൽ പോലും, അതായത് നെക്സ്റ്റ് കോയില് ഘടിപ്പിച്ചതിന് ശേഷം സ്വിച്ച് ഇടാതെ ഇരിക്കുന്ന കണ്ടീഷൻ ഉണ്ടെങ്കിൽ പോലും ഗാൽവനോമീറ്റർ ഒരു ചെറിയ നിമിഷത്തേക്ക് ഒരു ഡിഫ്ലക്ഷൻ കാണിക്കും എന്നാണ് പറയപ്പെടാറ്. ഇനി ആ സ്വിച്ച് നമ്മൾ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാല് അവിടെ അപ്പോ എന്താവും? ഒരു ഡിഫ്ലക്ഷൻ കാണിക്കും. ആ കാണിക്കപ്പെടുന്ന ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് നേരത്തെ കാണിച്ച ഡിഫ്ലക്ഷന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. അപ്പൊ അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ഒരു കറന്റ് അവിടെ വരുന്ന സമയത്ത് മാത്രമാണ് അതിൽ ഒരു പ്രതിഫലനം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ആസ് എ റിസൾട്ട് മാത്രമാണ് അവിടെ ഒരു ഇൻഡ്യൂസ്ഡ് കറന്റ് ജനറേറ്റ് ചെയ്യപ്പെടുന്നത്. അതായത് ഈ റിങ്ങിന്റെ വലത്തെ ഭാഗം ഉള്ള സമയത്ത്, വലത്തെ ഭാഗം മാത്രമുള്ള സമയത്ത് ഗാൽവനോമീറ്ററിൽ യാതൊരു ചേഞ്ചും സംഭവിക്കില്ല. അപ്പാരറ്റസിലേക്ക് ഈ ലെഫ്റ്റ് ഭാഗം ഘടിപ്പിക്കുന്ന സമയത്ത് ഗാൽവനോമീറ്ററിൽ ഒരു ചെറിയ മൈന്യൂട്ട് ഡിഫ്ലക്ഷൻ ഉണ്ടാകുന്നു. അതിനുശേഷം നമ്മൾ എപ്പോഴാണോ ആ സ്വിച്ച് ഇടുന്നത്, ആ ഒരു അപ്പാരറ്റസിലെ സ്വിച്ച് എപ്പോഴാണോ നമ്മൾ ഇടുന്നത്, അപ്പോൾ ആ ഗാൽവനോമീറ്ററിൽ ഒരു ഡിഫ്ലക്ഷൻ കാണിക്കും. ആ ഡിഫ്ലക്ഷൻ ഓപ്പോസിറ്റ് ഡിറക്ഷനിലേക്ക് ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആ അപ്പാരറ്റസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവണം. സിമ്പിൾ ആണ്, വലിയ ഇതൊന്നുമില്ല, ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞി എക്സ്പെരിമെന്റ് ആണ്. ഇനി ആ അപ്പാരറ്റസിന്റെ തന്നെ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ താഴെ ആ ഒരു അറേഞ്ച്മെന്റ് കാണിച്ചിരിക്കുന്നത്. അവിടെയും റിങ് തന്നെയാണ് കാണിക്കുന്നത്, പക്ഷെ റിങ്ങിന്റെ അടിയിലേക്കായിട്ട് മാഗ്നറ്റ് ഘടിപ്പിച്ചിട്ടുണ്ടെന്ന് മാത്രം. അതായത് ആ റിങ്ങിനുള്ളിലൂടെ ഒരു മാഗ്നറ്റ് കടത്തി വിട്ടാൽ എന്ത് മാറ്റം അവിടെ സംഭവിക്കും എന്നാണ് പറയുന്നത്. അപ്പോ ആ കോയിലിനടുത്തേക്ക് നമ്മൾ ഒരു മാഗ്നറ്റ് കൊണ്ടുവരുമ്പോ, ഇഫ് ദ മാഗ്നറ്റ് ഈസ് റെസ്റ്റ് റിലേറ്റീവ് ടു ദ കോയിൽ, എന്താണ്, നീങ്ങിയിരിക്കുന്ന സമയത്താണെങ്കിൽ എങ്കിൽ അതിന്റെ അടുത്തേക്കായിട്ട് നമ്മൾ ഘടിപ്പിച്ചിട്ടില്ല എങ്കിൽ, ജസ്റ്റ് ബോർഡ് നിയർ ടു ഇറ്റ് ആണെങ്കിൽ അവിടെ ഒരു കറണ്ടും ഇൻഡ്യൂസ് ചെയ്യപ്പെടില്ല. പക്ഷെ നമ്മൾ ആ കോയിലിനടുത്തേക്ക് മാഗ്നറ്റ് മൂവ് ചെയ്യിപ്പിച്ച് കൊണ്ടുവന്നാൽ അവിടെ ഒരു ഇൻഡ്യൂസ്ഡ് കറന്റിന്റെ പ്രസൻസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ ആ മാഗ്നറ്റ് തിരിച്ച് നിങ്ങൾ ആ ഒരു റിങ്ങിന്റെ ഉള്ളിൽ നിന്ന് തിരിച്ചെടുത്താൽ അവിടെ ഒരു ഓപ്പോസിറ്റ് ഡിറക്ഷനും കാണാനായിട്ട് സാധിക്കും. അതായത് ഫസ്റ്റത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇത് മാത്രം തന്നെ സങ്കല്പിക്കുക, മാഗ്നറ്റ് ഇല്ല. ഇനി ഈ എ എന്ന ഫിഗറില് അവര് പറയുന്നത് ആ മാഗ്നറ്റ് കൊണ്ടുവരുന്ന അവസ്ഥ, ബി എന്ന ഫിഗറില് ആ മാഗ്നറ്റ് ആ റിങ്ങിന്റെ അടുത്ത് നിന്ന് മാറ്റുന്ന അവസ്ഥ. ഓക്കെ, അപ്പോ ഇൻഡ്യൂസ്ഡ് കറന്റ് എപ്പോഴൊക്കെ ഉണ്ടാകപ്പെടുന്നു എന്നുള്ളത് മാത്രം നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഈ മാഗ്നറ്റിക് ഫീൽഡിനും ഇങ്ങനെ ഡിഫ്ലക്ഷൻസ് വരുന്നതെന്ന് പറഞ്ഞല്ലോ. അതായത് ഒരു ഇൻഡ്യൂസ്ഡ് കറന്റ് ആ കോയിലിനുള്ളില് പാസ് ചെയ്യുന്ന സമയത്ത് അത് ആ മാഗ്നറ്റിന് അനുപാതമായ രീതിയിലായിരിക്കും പോകുന്നത്. അപ്പൊ അതിനു ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡിനും ചെറിയ ചലനം സംഭവിക്കും. The presence of such current in circuit implies the existence of an induced EMF across the free end of the coil. അങ്ങനെ അത്തരത്തില് ആ ഒരു സിമ്പിൾ സർക്യൂട്ടിന്റെ ഉള്ളിൽ പോലും ഒരു കറന്റിന്റെ
എക്സിസ്റ്റൻസ്, ഒരു പ്രസൻസ് നമുക്ക് കാണിച്ചു തരുന്ന ആ ഒരു പ്രതിഭാസത്തെ, ആ ഒരു അവസ്ഥയെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇൻഡ്യൂസ്ഡ് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്. അതായത് അവരുടെ ഉണ്ടാകപ്പെട്ടതാണ്, ഇൻഡ്യൂസ് ചെയ്യപ്പെട്ട ഒരു ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് ആണത്. This phenomenon in which a magnetic field induced an EMF is termed as electromagnetic induction. അങ്ങനെ ഒരു മാഗ്നറ്റിക് ഫീൽഡിനുള്ളിൽ ഉണ്ടാകപ്പെടുന്ന EMF-നെ നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. അത് നമുക്ക് കണ്ടെത്തി തന്ന സയന്റിസ്റ്റിന്റെ പേര് ഫാരഡേ എന്നാണ്. അതുകൊണ്ട് തന്നെ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനുമായി ബന്ധപ്പെട്ട നിയമങ്ങളെ നമ്മൾ, അല്ലെങ്കിൽ ഇതിനെ കുറച്ചും കൂടി ക്വാണ്ടിറ്റേറ്റീവായിട്ട് ക്വാളിറ്റേറ്റീവായിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്ന നിയമങ്ങളെ നമ്മൾ ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്നാണ് വിളിക്കുന്നത്. ഇനി നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അവിടെ നിന്ന് എഴുതിയിട്ടേരെ, ദ ജനറേഷൻ ഓഫ് ആൻ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് അക്രോസ് ആൻ ഇലക്ട്രിക്കൽ കണ്ടക്ടർ. The generation of an electromotive force across an electrical conductor in a changing magnetic field is called എന്താണ്? ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ചിലപ്പോ ചോദിക്കാം ട്ടോ, കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി ഫാരഡേയുടെ നിയമങ്ങൾ എന്താണെന്ന് നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു. The law that describes the relationship between the change in magnetic flux and induced EMF. ആ മാഗ്നറ്റിക് ഫീൽഡ്, അതിന് ചുറ്റുമുള്ള ആ ഒരു ഫ്ലക്സ്, അതും ആ വരുന്ന EMF-ഉം തമ്മിലുള്ള ബന്ധം പറയുന്ന ഏതൊരു ഫിനോമിനെയും നമ്മൾ എന്താണ് വിളിക്കുന്നത്? ഫാരഡേ നിയമങ്ങൾ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഇനി ആർക്കും സംശയമില്ലല്ലോ? ക്ലിയർ ആയിട്ട് എടുക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആ ഒരു ചെറിയ ഡിസ്ക്രിപ്ഷനും എഴുതി വെച്ചേക്കാം. എല്ലാവരും ഉണ്ടല്ലോ അല്ലെ? 8 പേര് കയറിയിട്ടുണ്ട്, 8 പേരും ഓൺലൈൻ ഉണ്ടെന്ന് വിചാരിക്കണം. ഇനി പറയേണ്ട ആവശ്യമില്ല എന്ന് വിചാരിക്കണം കേട്ടോ. മൂവിങ് ടു ദ നെക്സ്റ്റ് ടോപ്പിക്. ആദ്യത്തെ ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, അല്ലെങ്കിൽ ആദ്യത്തെ ടോപ്പിക് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനിലെ ഫാരഡേ നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞു, ഒരു കറണ്ട് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന സമയത്ത് ചിലപ്പോഴാണെങ്കിലും അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡിന് കൂടി ചേഞ്ച് വരുന്ന അവസ്ഥ ഉണ്ടാകാറുണ്ട്. അപ്പോ ആ മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ആകുന്ന അവസ്ഥയും അവിടെ ഉണ്ടാകപ്പെടുന്ന EMF-ഉം തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധം വേണം. ആ ബന്ധം നമ്മൾ മാഗ്നറ്റിക് ഫ്ലക്സ് ഉപയോഗിച്ചിട്ടാണ് പറയുക. ആ കോയിലിന് ചുറ്റുമുള്ള അവസ്ഥയെ ലിങ്ക് ചെയ്യിപ്പിക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് വെച്ചിട്ട് നമ്മളത് ഡിസ്ക്രൈബ് ചെയ്യും. മാഗ്നറ്റിക് ഫ്ലക്സിനെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ φb ആണ് ഉപയോഗിക്കുക. മാഗ്നറ്റിക് ഫീൽഡിനെയാണ് ക്യാപിറ്റൽ ലെറ്റർ B വെച്ചിട്ട് നമ്മൾ കാണുന്നത്. അത് സൂപ്പർസ്ക്രിപ്റ്റ് ആയിട്ട്, അതായത് ഫൈയുടെ അടിയിൽ B ഇട്ട് കഴിഞ്ഞാൽ അതിനെ നമുക്ക് മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് വായിക്കാം. കണ്ടു എന്ന് വിചാരിക്കുന്നു. φb, ആ സീറോക്കുള്ളില് ഇവിടെ വെർട്ടിക്കൽ ആയിട്ട് ലൈൻ വരയ്ക്കുന്നതിനെയാണ് നമ്മൾ φ എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ് മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് നമുക്ക് നോക്കാം. ഫിഗർ 19.8 ഉള്ളില് ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് നിങ്ങൾക്ക് ഡിസ്ക്രൈബ് ചെയ്ത് തരുന്നുണ്ട്. അതായത് അവിടെ ഒരു കുഞ്ഞി പോർഷൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട് ആ ആരോസിന്റെ ഉള്ളില്. ആ ആരോസിന്റെ ഉള്ളില് ചെറിയ ഒരു പോയിന്റിനെ നമ്മൾ DS ആയിട്ട് എടുത്താൽ അവിടെ വരുന്ന ആ ഒരു ഭാഗം, നമ്മൾ ഒരു സ്ക്വയർ എടുത്തു, അതിൽ ഒരു കുഞ്ഞി പോർഷൻ കൺസിഡർ ചെയ്തു. അതിന് ഉള്ളിൽ മാഗ്നറ്റിക് ഫ്ലക്സ് വരുന്നത് എങ്ങനെയാണെന്ന് ഇനി നമ്മൾ നോക്കാം. അപ്പോ ആ DS എന്ന കുഞ്ഞി പോർഷൻ, എലമെന്റ് ഓഫ് ഏരിയ ആണ് DS. ദി ഡയറക്ഷൻ ഓഫ് DS ഇസ് നോർമൽ ടു ദി സർഫസ് അറ്റ് ദാറ്റ് പോയിന്റ്. ആ വലിയ സ്ക്വയർ കൺസിഡർ ചെയ്തു, അതിലെ ഒരു കുഞ്ഞി പോയിന്റ് നമ്മൾ എടുത്തു. ആ പോയിന്റിനെയാണ് നമ്മൾ DS എന്ന് വിളിക്കുന്നത്. അതിന്റെ പോയിന്റ് ആ സർഫസ് ഏരിയയിലുള്ള മറ്റു പോയിന്റ്, അതായത് അവിടുത്തെ ആരോ ഡയറക്റ്റഡ് ടുവാർഡ്സ് റൈറ്റ് ആണ്. അപ്പൊ അതിന്റെ പോയിന്റും എങ്ങോട്ട് തന്നെയായിരിക്കും കാണിക്കുക? റൈറ്റിലേക്ക് തന്നെയായിരിക്കും കാണിക്കുന്നത്. ഇനി മാഗ്നറ്റിക് ഫ്ലക്സ് DS എന്ന ആ ഒരു ഏരിയയിലെ മാഗ്നറ്റിക് ഫ്ലക്സ് കാണാനായിട്ട് DS നമ്മൾ എടുക്കാനായിട്ട് കാരണം ചെറിയ സർഫസ് ഏരിയനെ കാണിക്കുന്നതുകൊണ്ടാണ് എസിന് മുന്നിൽ D നമ്മൾ കാണിക്കുന്നത്. അപ്പോ ആ DS-ലെ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അതുപോലെ തന്നെ ചെറിയ ഒരു വാല്യൂ ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? d(φb) എന്ന് റെപ്രസെന്റ് ചെയ്യാം, അല്ലെ? d(φb) എന്ന് റെപ്രസെന്റ് ചെയ്യാം.
അങ്ങനെയാണെങ്കിൽ d5b എന്ന് പറയുന്നത് b ഡോട്ട് ds ആയിരിക്കും. b എന്നാൽ മാഗ്നറ്റിക് ഫീൽഡ് ആണ്, ഡോട്ട് ds എന്നാൽ ആ ഒരു ചെറിയ പോർഷൻ ഓഫ് ഏരിയയാണ്. ഇനി ടോട്ടൽ മാഗ്നറ്റിക് ഫ്ലക്സ് കാണണമെങ്കിൽ, അതായത് നമ്മൾ എടുത്ത ടോട്ടൽ ഏരിയ, ആ വലിയ സ്ക്വയർ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു ചെറിയ പാരലോഗ്രാം, എന്ത് വേണമെങ്കിലും ഒരു ഷേപ്പ്, ത്രികോണം സ്ക്വയർ എന്ന് വിളിക്കാം, അതിന്റെ മൊത്തം കാണണമെങ്കിൽ ഈ അവിടെയുള്ള എല്ലാ dsകളും തമ്മിൽ കൂട്ടിയാൽ മതി. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ പറയാം? സമ്മേഷൻ ഓഫ് b ഡോട്ട് ds. ചെറിയ ഫ്ലക്സ്, മാഗ്നറ്റിക് ഫ്ലക്സ് കാണാനായിട്ട് നമ്മൾ എടുത്തത് b ഡോട്ട് ds ആണ്. അപ്പൊ ടോട്ടൽ കാണാനായിട്ട് നമുക്ക് എങ്ങനെ എടുക്കാം? സമ്മേഷൻ ഓഫ് b ഡോട്ട് ds. സമ്മിങ് ആണ്, മൊത്തം കൂട്ടുന്നതിന്റെ ചിഹ്നമാണ് അങ്ങനെ കാണിക്കുന്നത്. സമ്മേഷൻ എന്നാണ് നമ്മൾ വായിക്കുക, എം തിരിച്ചിടുന്നത് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. പിന്നെ മാഗ്നറ്റിക് ഫ്ലക്സിന്റെ SI യൂണിറ്റ് വെബർ ആണ്. ജസ്റ്റ് അണ്ടർലൈൻ വെബർ. അത് നമ്മൾ എഴുതുക WB എന്നാണ്. ഒരു വെബർ എന്ന് പറയുന്നത് 1 Tm സ്ക്വയർ ആണ്. 1 Tm സ്ക്വയർ ആണ്. ഇനി എന്താണ് ഫാരഡേ ലോ? വെരി വെരി ഇമ്പോർട്ടൻറ്റ്, അവിടെ വരച്ച് വെച്ചേക്കാം. Faraday's law states that an EMF is induced across a loop of wire. ഒരു കൂട്ടം വയറുകളെയാണ് നമ്മൾ എടുക്കുന്നത്. അതിൽ ഉണ്ടാകപ്പെടുന്ന ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എപ്പോ? when the magnetic flux linked with the surface bound by the loop changes with time. എപ്പോഴാണ് മാറ്റം വരുന്നത്? സമയത്തിനനുസരിച്ച് നമ്മൾ എടുത്തിരിക്കുന്ന സർഫസിനുള്ളിലെ, അല്ലെങ്കിൽ നമ്മൾ എടുത്തിരിക്കുന്ന സർഫസുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സിന് മാറ്റം വരുമ്പോൾ അവിടെ ഉണ്ടാകപ്പെടുന്ന EMF, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫാരഡേ നിയമം എന്ന് വിളിക്കുന്നത്. An EMF is induced across a loop of wire when the magnetic flux linked with the surface bound by the loop changes with time. സമയത്തിനനുസരിച്ച് മാറ്റം വരുന്നു എന്നാണ് ഫാരഡേ പ്രസ്താവിക്കുന്നത്. The magnitude of induced EMF is proportional to the rate of change of magnetic flux. അവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന EMFന്റെ മാഗ്നിറ്റ്യൂഡ് എന്തിന് പ്രൊപ്പോർഷണൽ ആണ്? അവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫ്ലക്സിന്റെ മാറ്റത്തിന് പ്രൊപ്പോർഷണൽ ആണ്. അതുകൊണ്ട് തന്നെ അത് നമുക്ക് മാത്തമാറ്റിക്കലി എങ്ങനെ എഴുതാം? എപ്സിലോൺ is equal to d5b by dt. മാഗ്നറ്റിക് ഫ്ലക്സ് ബൈ ടൈം, സമയത്തിനനുസൃതമായി വരുന്ന ഫ്ലക്സിലെ മാറ്റങ്ങൾ. പിന്നെ വോൾട്ട് ആൻഡ് വോൾട്ടിന്റെ കാണിക്കുന്നത് V ആണ്, ക്യാപിറ്റൽ ലെറ്റർ V. അതുപോലെ യൂണിറ്റ് ഓഫ് EMF റിലേറ്റ് ചെയ്യപ്പെടുന്നത് 1 വോൾട്ട് ആയതുകൊണ്ട് 1 വോൾട്ടിന് നമുക്ക് 1 വെബർ പെർ സെക്കൻഡ് റേസ് ടു -1 എന്ന് എഴുതാം. ഓക്കെ, അതൊന്നും പഠിച്ചില്ലെങ്കിലും ഫാരഡേ നിയമം അറിഞ്ഞിരിക്കുക. പിന്നെ വെബറിന്റെ SI യൂണിറ്റ്, മാഗ്നറ്റിക് ഫ്ലക്സ്, അത്രയും കാര്യങ്ങൾ അവിടെ ഇമ്പോർട്ടന്റ് ആണ്, അത് അറിഞ്ഞിരിക്കണം. ഇനി ഇപ്പൊ നമ്മൾ എടുത്തത് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് നിൽക്കുന്ന ഒരു ഏരിയയിലെ മാഗ്നറ്റിക് ഫ്ലക്സ് ആണ്. ഇനി ഒരു ക്ലോസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു കോയിലിനുള്ളില് ഇൻഡ്യൂസ്ഡ് EMF കൺസിഡർ ചെയ്ത് കഴിഞ്ഞാല് അതിലെ ഓരോ വയറും അല്ലെങ്കിൽ ഓരോ കോയില്, ഓരോ ലൂപ്പും എന്താണ്, ഒരു സിംഗിൾ ലൂപ്പായിട്ട് ആക്ട് ചെയ്യും. അതായത് നമ്മൾ പിരിച്ച് ഇപ്പൊ ഒരു സ്ട്രിങ് ഒക്കെ കൺസിഡർ ചെയ്താൽ ആ സ്ട്രിങ്ങിലെ ഒരു പോർഷൻ പോലും ഒരു സിംഗിൾ ലൂപ്പായിട്ട് എടുക്കും. അവിടെ നമ്മൾ ഫാരഡേ നിയമം അപ്ലൈ ചെയ്യുമ്പോൾ, അതായത് ആ ഒരു ടേണിൽ ഒരു EMF ഉണ്ടാകപ്പെടുന്നല്ലോ, അത് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ആ ടേണുകളെല്ലാം സീരീസ് ആയതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടാകപ്പെടുന്ന ടോട്ടൽ EMF എന്ന് പറയുന്നത് എല്ലാ EMFകളുടെയും സമ്മായിരിക്കും. അങ്ങനെയാണെങ്കിൽ അത് നമുക്ക് എങ്ങനെ എടുക്കാം? ടോട്ടൽ ഇൻഡ്യൂസ്ഡ് EMF ഫോർ എ കോയിൽ വിത്ത് n ടേൺസ്, അതായത് ചുറ്റലുകളുള്ള അല്ലെങ്കിൽ എന്താണ് ക്ലോസ്ഡ് ലൂപ്പിലെ EMFന്റെ ഇത് കാണാൻ പറഞ്ഞാൽ നമ്മൾ എങ്ങനെ കാണും? എപ്സിലോൺ R. അത് കാണിക്കുന്നത് ചുറ്റലുകളാണ് അല്ലെങ്കിൽ ടേണുകളാണ്. എപ്സിലോൺ R ഈസ് ഈക്വൽ ടു n ഇൻറ്റു എപ്സിലോൺ, ഇറ്റ് ഈസ് ഈക്വൽ ടു n ഇൻറ്റു d5 by dt. അതായത് നമ്മുടെ മുകളിലത്തെ ഇക്വേഷനിലേക്ക് ഒരു n കൂടെ ആഡ് ചെയ്താൽ മതി, ഇത്ര എണ്ണം എന്നുള്ള കണക്കില് നമ്മളോട് ചോദിച്ചാല് ട്ടോ. ഇനി എക്സാമ്പിൾസ് ആണ്. എക്സാമ്പിൾസ് നിങ്ങൾ ആ ഇക്വേഷൻ ഇട്ട് ചെയ്യാവുന്നതേ ഉണ്ടാവുള്ളൂ. അത് ജസ്റ്റ് നിങ്ങൾ സ്വയം നോക്കുക, അങ്ങനെയെങ്കിലും ടെക്സ്റ്റ് ഒന്ന് വായിക്കണം കേട്ടോ.
ഓക്കെ, ഇനി അടുത്ത നിയമമാണ് ലെൻസസ് ലോ. നെറ്റി കറന്റ് വരെയാണ് നമ്മൾ വായിച്ചത്. ഇനി പക്ഷെ ഒന്നുകൂടി എടുക്കുക, നിങ്ങൾക്ക് മനസ്സിലാവാത്തോണ്ടാണ്. ലെൻസസ് ലോ എന്താണ്? ലെൻസസ് ലോ മനസ്സിലാക്കി തരാനായിട്ട് നമ്മൾ ഇതുപോലെ ഒരു അപ്പാരറ്റസ് കൺസിഡർ ചെയ്യാണ്. ഒരു ബാർ മാഗ്നറ്റ് എടുക്കുന്നു. അത് ഒരു കണ്ടക്ടിങ് റിംഗ്, അതായത് കറണ്ട് കടന്നു പോകുന്ന ഒരു റിങ്ങിന്റെ അടുത്തായിട്ട് നമ്മൾ വെക്കുന്നു. ടു അപ്ലൈ ഫാരഡേ ലോ ടു ദിസ് സിസ്റ്റം. അപ്പൊ ഇത് തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ബാക്ക് മാഗ്നറ്റ് കൊണ്ടുവരുന്ന അവസ്ഥ. ആ ഒരു അപ്പാരറ്റസ് തന്നെയാണ് നമ്മൾ കൺസിഡർ ചെയ്തത്. നമ്മൾ ആദ്യം എടുക്കുന്നത് റിങ് പോസിറ്റീവ് ആകുന്ന ഒരു അവസ്ഥയാണ് എടുക്കുന്നത്. അപ്പോ ഫ്രം O to Z, O എന്ന റിങ്ങിന്റെ സെൻട്രൽ പാർട്ട് തൊട്ട് ബാർ മാഗ്നറ്റിന്റെ ഒരു എൻഡ് ആണ് Z ആയിട്ട് അവിടെ എടുത്തിരിക്കുന്നത്. എനി അതർ ചോയ്സസ് ഫൈൻ ആസ് ലോങ് ആസ് വി ആർ കൺസിസ്റ്റന്റ്. നമുക്ക് വേറെ ഏത് പോയിന്റ് വേണമെങ്കിലും എടുക്കാം. ഇപ്പൊ ഇതാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. The positive normal for the area of ring is in the Z direction and the magnetic flux is negative. ഇവിടെ Z അടുത്തേക്ക് വരുന്തോറും ആ ഒരു റിങ്ങിന്റെ അവസ്ഥ എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ മാഗ്നറ്റിക് ഫ്ലക്സ് നെഗറ്റീവ് ആയിരിക്കും. ഇനി കണ്ടക്ടിങ് ഓക്കെ, അപ്പൊ നമ്മൾ നോക്കുന്നത് ലെൻസസ് ലോയാണ്. ലെൻസസ് ലോനും ഇതുപോലെ തന്നെ നമ്മൾ ബാർ മാഗ്നറ്റും ഒരു റിങ്ങും ആണ് കൺസിഡർ ചെയ്യുന്നത്. പക്ഷെ നേരത്തെ എടുത്ത പോലെ സിമ്പിൾ ആയിട്ട് ഒരു റിങ്ങിലേക്ക് ബാർ മാഗ്നറ്റ് കൊണ്ടുവരുമ്പോൾ അവിടെ ഒരു ഇൻഡ്യൂസ്ഡ് കറന്റ് ഉണ്ടാവുന്നു, അതുവഴി ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവുന്നു. അങ്ങനെയല്ല നമ്മൾ എടുക്കുന്നത്. നേരെ മറിച്ച് നമ്മളിവിടെ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുന്നുണ്ട്. സർക്കിളിന്റെ സെന്ററും ബാർ മാഗ്നറ്റിന്റെ തുമ്പും. ബാർ മാഗ്നറ്റിന്റെ തുമ്പ് നമ്മൾ സൗത്ത് ആൻഡ് നോർത്ത് ആയിട്ട് എടുക്കുന്നില്ല, പകരം ബാർ മാഗ്നറ്റിന്റെ ഒരു സൈഡ് Z ആയിട്ടാണ് എടുത്തത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിപ്പോ നിലവിൽ പറഞ്ഞു നിർത്തിയത്. ഓക്കെ, ഇവിടെ 0 മുതൽ Z വരെയുള്ള ഭാഗം പോസിറ്റീവ് ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് റിങ്ങിന്റെ ഏരിയ വരുന്ന ഭാഗം പോസിറ്റീവ് ആയിട്ടും മാഗ്നറ്റിക് ഫ്ലക്സിന് നെഗറ്റീവ് ആയിട്ടുമാണ് നമുക്ക് കിട്ടുക. അത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി റിങ്ങും ബാർ മാഗ്നറ്റും തമ്മിലുള്ള ദൂരം കുറയുന്നതിനനുസരിച്ച് അവിടെ എന്ത് വരും? ഫീൽഡ് ലൈനുകൾ റിങ്ങിനുള്ളിലൂടെ പോകുന്നത് കൂടും. ബി നോക്കിയേ, ബി എന്ന് പറയുമ്പോൾ അകലം കുറയാണ് ചെയ്യുക, സോറി അകലം കൂടുന്നു. അതായത് കറന്റ് കണ്ടക്ട് ചെയ്യപ്പെടുന്ന റിങ്ങും ബാർ മാഗ്നറ്റിന്റെ നോർത്ത് പോളും തമ്മിൽ, ബാർ മാഗ്നറ്റിന്റെ നോർത്ത് പോള് രണ്ട് ഫിഗറും നിങ്ങൾ ശ്രദ്ധിക്കാം. അകലം കുറയാണ് ചെയ്യാം.
അതായത് ഇവിടെ നിന്ന് നീക്കല്ലേ, കുറച്ചുകൂടി നീങ്ങിയില്ലേ, അപ്പൊ അവിടെ എന്ത് ചെയ്തു, മാഗ്നറ്റിക് ഫീൽഡ് കുറയുന്നു. അതിലൂടെ ലൈൻസ് അവിടെ കുറച്ച് കാണിച്ചിട്ടുണ്ട്. മോർ ആൻഡ് മോർ ഫീൽഡ് ലൈൻ ഗോ ത്രൂ ദ റിംഗ് മേക്കിംഗ് ദ ഫ്ലക്സ് മോർ ആൻഡ് മോർ നെഗറ്റീവ്. അങ്ങനെ അകലം കുറയും തോറും ഇവിടുന്ന് ഈ ബിയിൽ നിന്ന് കുറച്ചുകൂടി അടുത്താണ് എ നിൽക്കുന്നത്, അപ്പോ അതിലൂടെ കുറച്ചുകൂടി ഫീൽഡ് ലൈൻസ് കടന്നു പോകും. അപ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാവും, കൂടുതൽ നെഗറ്റീവ് ആവും. മാഗ്നറ്റിക് ഫ്ലക്സ് അവിടെ നെഗറ്റീവ് ആവുമ്പോൾ നമ്മൾ പഠിച്ച ഇക്വേഷൻ പ്രകാരം, ഫാരഡേ നിയമം പ്രകാരം d∅/dt എന്നതിന്റെ വാല്യൂ നെഗറ്റീവ് ആവും. ഇനി ഫാരഡേ ലോ അനുസരിച്ച് എപ്സിലോൺ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം. ഫാരഡേ നിയമം അനുസരിച്ച് എപ്സിലോൺ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം. അതായത് എപ്സിലോൺ ഈസ് ഈക്വൽ ടു d∅/dt എന്ന് നമ്മൾ പഠിച്ചില്ലേ, അതിൽ എപ്സിലോൺ പോസിറ്റീവ് ആവണമെങ്കിൽ d∅/dt വാല്യൂ പോസിറ്റീവ് ആവണം. പക്ഷെ ലെൻസസ് ലോ പ്രകാരം ഈ ഒരു അപ്പാരറ്റസ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ എപ്സിലോണിന്റെ വാല്യൂ നെഗറ്റീവ് ആവും. അപ്പോ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അതിലൂടെ ഒരു എക്സ്ട്രാ കറന്റ് ഐ കടത്തി വിടുകയാണ് ചെയ്യുന്നത്. ദ കറന്റ് ഇൻഡ്യൂസ്ഡ് ഇൻ ദ റിംഗ് ക്രിയേറ്റ്സ് എ സെക്കൻഡറി മാഗ്നറ്റിക് ഫീൽഡ്. അങ്ങനെ വരുമ്പോൾ ആ ഒരു എക്സ്ട്രാ കറന്റ് അല്ലെങ്കിൽ ആ റിങ്ങിനുള്ളിലൂടെ പോകപ്പെടുന്ന ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന കറന്റ് അവിടെ എന്തുണ്ടാക്കും, ഒരു രണ്ടാമതൊരു മാഗ്നറ്റിക് ഫീൽഡ് അതിനു ചുറ്റും ഉണ്ടാക്കും. അത് ബാർ മാഗ്നറ്റ് മൂലം ദിസ് ഇൻഡ്യൂസ്ഡ് മാഗ്നറ്റിക് ഫീൽഡ് ക്യാൻ ബി ടേക്കൺ ആസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ബാർ മാഗ്നറ്റ്. ആ ഒരു മാഗ്നറ്റിക് ഫീൽഡ് വേണമെങ്കിൽ നമുക്ക് ബാർ മാഗ്നറ്റ് ഉണ്ടാക്കുന്നതായിട്ട് എടുക്കാം, നമ്മുടെ ബാർ മാഗ്നറ്റ് ഉണ്ടാക്കുന്നതായിട്ട് എടുക്കാം. ഇനി ആ ഉണ്ടാക്കപ്പെടുന്ന ബാർ മാഗ്നറ്റിനെ നമ്മൾ റീകോൾ ചെയ്താൽ, അതായത് നമ്മൾ ഇല്ലാത്ത അവസ്ഥയിലാക്കി കഴിഞ്ഞാൽ അത് നമ്മുടെ ഒറിജിനൽ മാഗ്നറ്റിക് ഫീൽഡിനെ ഓപ്പോസ് ചെയ്യാനും റിപ്പൽ ചെയ്യാനുമുള്ള സാധ്യത ഉണ്ടാവും. ഈ ഒരു ഓപ്പോസിഷൻ വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ കൺസർവേഷൻ ഓഫ് എനർജിയുടെ നിയമത്തിന് എതിരെയാവും. അപ്പോ എന്ത് വരും, അവിടെയാണ് നമ്മുടെ ലെൻസസ് ലോ എന്ന പുതിയ നിയമം വരുന്നത്. അതായത് ഒരു കറന്റ്, ഒരു ഇൻഡ്യൂസ്ഡ് കറന്റ് ഉണ്ടാകപ്പെടുമ്പോൾ, ഒരു കണ്ടക്ടറിനുള്ളിൽ ഒരു കറന്റ് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന സമയത്ത് ആ കറന്റിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ആ മാഗ്നറ്റിക് ഇഫക്റ്റിനെ ഓപ്പോസ് ചെയ്യുകയും അതില് മാറ്റം ഇൻഡ്യൂസ് ചെയ്യപ്പെടുകയും ചെയ്യും. When a current is induced in a conductor, the direction of current will be such that its magnetic effect opposes the change that induced it. അവിടെ വരുന്ന മാറ്റത്തിനെ എതിർക്കുകയും ചെയ്യും. അപ്പൊ ഇവിടുത്തെ മാഗ്നറ്റിക് ലെൻസസ് ലോയുടെ മെയിൻ എന്താണ്, ഓപ്പോസിഷൻ ആണ്, എതിർപ്പ്. ഓപ്പോസ് എന്ന വാക്കിനാണ് ഇവിടെ കൂടുതൽ പ്രാബല്യം.
ഓക്കെ, അപ്പോ അതാണ് ലെൻസസ് ലോ. അപ്പൊ നിങ്ങൾ ഓക്കെ, ഇനി നമുക്ക് അതിന്റെ ഇക്വേഷനിലേക്ക് നോക്കാം. ഇക്വേഷനിലേക്ക് നോക്കുമ്പോൾ ഒന്നുമില്ല, ഫാരഡേസ് ലോയും ലെൻസസ് ലോയും തമ്മിൽ കമ്പൈൻ ചെയ്യുമ്പോൾ അവിടെ ഒരു നെഗറ്റീവ് സൈൻ എപ്സിലോണിന്റെ തൊട്ടിപ്പുറം, അതായത് d5/dt ഫ്രണ്ടിലായിട്ടൊരു നെഗറ്റീവ് ഇട്ട് കൊടുക്കുക. അപ്പൊ ലെൻസസ് ലോയും ഇമ്പോർട്ടന്റ് ആണ്, ഫാരഡേസ് ലോയും ഇമ്പോർട്ടന്റ് ആണ്. ഒറ്റ ഇക്വേഷനിൽ 2 മാർക്കും പോരും. ഓക്കെ, ആ നെഗറ്റീവ് സൈൻ ആണ് അവിടുത്തെ ഓപ്പോസിഷൻ കാണിക്കുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് എഡ്ഡി കറന്റ് ആണ്. അതിന് മുമ്പ് എന്തെങ്കിലും നോട്ട് ഉണ്ടോ എന്ന് നോക്കട്ടെ, അങ്ങനെയാണെങ്കിൽ അതുകൂടി ഒന്ന് പറഞ്ഞു തന്നേക്കാം. ഫാരഡേസ് ലോ പറഞ്ഞു, സെൽഫ് ഇൻഡക്റ്റൻസ് ആണ്. ഓക്കെ, അത് ഇതിലാണ് വരുന്നത്. എഡ്ഡി കറന്റിന്റെ ഒരു കുഞ്ഞു നോട്ട് എഴുതിയെടുത്തോ. കറന്റ് ലൂപ്പ് ഇൻഡ്യൂസ്ഡ് വിത്തിൻ എ കണ്ടക്ടർ, കറന്റ് ലൂപ്പ് ഇൻഡ്യൂസ്ഡ് വിത്തിൻ എ കണ്ടക്ടർ ബൈ എ ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ്. കറന്റ് ലൂപ്പ് ഇൻഡ്യൂസ്ഡ് വിത്തിൻ എ കണ്ടക്ടർ ബൈ ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ്. മാറിക്കൊണ്ടിരിക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് മൂലം ഒരു കണ്ടക്ടറിൽ ഉണ്ടാകപ്പെടുന്ന കറന്റ് ലൂപ്പുകളെ നമുക്ക് എഡ്ഡി കറന്റുകൾ എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ ഇൻഡ്യൂസ്ഡ് കറന്റുകൾ എപ്പോൾ ഉണ്ടാക്കപ്പെടുന്നു എന്നാണ് നമ്മൾ വായിച്ചത്. ക്ലോസ്ഡ് ലൂപ്പുകൾക്കുള്ളില് കണ്ടക്ടിങ് വയേഴ്സിന് ചുറ്റുമാണ് എന്തുണ്ടാകപ്പെടുന്നത്, കറന്റുകൾ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഒരു സോളിഡ് കണ്ടക്ടറിനുള്ളിലും എന്തുണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്, ഇൻഡ്യൂസ്ഡ് കറന്റ് ഉണ്ടാകപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതും എന്തിന്റെ രൂപത്തിലാണ്, ഒരു ഷീറ്റിന്റെയോ അല്ലെങ്കിൽ ഒരു പ്ലേറ്റിന്റെയോ ഒക്കെ രൂപത്തിൽ ഉണ്ടാകാം. മാറിക്കൊണ്ടിരിക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിലാണ് നമ്മൾ ആ ഷീറ്റോ പ്ലേറ്റോ ഒക്കെ പ്ലേസ് ചെയ്യുന്നത്. പിന്നെ ആ ഷീറ്റോ പ്ലേറ്റോ ഒക്കെ നമ്മൾ എന്തിന്റെ ഉള്ളിൽ വെക്കും, ക്ലോസ്ഡ് ലൂപ്പിന്റെ ഉള്ളിൽ, ആ കണ്ടക്ടർ ബോഡിക്കുള്ളിലാണ് നമ്മളത് സെറ്റപ്പ് ചെയ്യുന്നത്. പിന്നെ ഇത്തരത്തിലുള്ള കറന്റുകൾ ക്ലോസ്ഡ് പാത്തിലൂടെ പോവുകയും അതിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫ്ലക്സിന് പെർപെൻഡിക്കുലർ ആയിരിക്കുകയും ചെയ്യും. അത്തരത്തിലുള്ള കറന്റുകളെ നമ്മൾ എഡ്ഡി കറന്റുകൾ എന്ന് വിളിക്കും. അവര് വേൾപൂൾ പോലെ, അതായത് ഇങ്ങനെ സർക്കിൾസ് പോലെയോ എഡ്ഡീസ് പോലെയോ ഒക്കെ ഇരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ എഡ്ഡി കറന്റുകൾ എന്ന് വിളിക്കുന്നത്. എഡ്ഡി കറന്റുകളെ നമ്മൾ ഫോക്കോൾഡ് കറന്റുകൾ എന്നും പറയാറുണ്ട്. അപ്പോ ഒന്നെങ്കിൽ എഡ്ഡി കറന്റിന് ഇതിൽ നിന്നല്ല, ഈ ഇത്രയും വലിച്ചു വാരി എഴുതിയില്ലെങ്കിലും ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഡെഫിനിഷൻ തന്നെ കൊടുത്താലും മതി. എന്താണ് പിന്നെ എഡ്ഡി കറന്റുകള് ഫോക്കോൾഡ് കറന്റ്. അപ്പൊ ചിലപ്പോൾ മാച്ച് ദ ഫോളോയിങ്ങില് എഡ്ഡി കറന്റ് എ പാർട്ടിലും ബി പാർട്ടിലും ഫോക്കോൾഡ് കറന്റും ആയിരിക്കും. അപ്പൊ അവരെ തമ്മിലാണ് യോജിപ്പിക്കേണ്ടത്, അത് മാറിപ്പോകരുത് കേട്ടോ. എഡ്ഡി കറന്റ്സ് ആർ സർക്കുലർ ആൻഡ് പോയിന്റ് ഇൻ ആന്റി ക്ലോക്ക്വൈസ് ഡയറക്ഷൻ. അതിന്റെ കുറച്ച് പെക്യുലാരിറ്റീസ് ആണ്, അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. എഡ്ഡി കറന്റുകള് സർക്കുലർ രീതിയിൽ, നമ്മൾ പറഞ്ഞില്ലേ എഡ്ഡീസ് പോലെ വേൾപൂൾ പോലെ ഉണ്ടാവുക. അപ്പൊ അവര് സർക്കുലർ രീതിയിലാണ് ഉണ്ടാവുക, പിന്നെ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് അവര് പോവുക. ദെൻ മെറ്റാലിക് ബോഡികളിൽ കാണപ്പെടുന്ന എഡ്ഡി കറന്റുകള്
കുറച്ച് റെസിസ്റ്റൻസ് ഉള്ളവയായിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് വലിയ മാഗ്നിറ്റ്യൂഡുകൾ ആയിരിക്കും. പിന്നെ എഡി കറന്റുകളെ നമ്മൾ ചില ഇലക്ട്രിക്കൽ അപ്ലയൻസസിൽ അൺഡിസൈറബിൾ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതുപോലെ തന്നെ മെഷീനുകളിൽ അവര് ഒരു അപ്രീഷ്യബിൾ എനർജി ലോസ്, ചൂടുണ്ടാക്കി ഒരു എനർജി ലോസ് അവർ നമുക്ക് തരാറുണ്ട്. അതുപോലെ തന്നെ കറന്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മെറ്റാലിക് ബോഡീസ് ആഡ് ചെയ്യാറുണ്ട്. ഓക്കെ. പിന്നെ ഇൻസുലേഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ലാമിനേഷൻ എഡി കറന്റിന്റെ എക്സാമ്പിൾ ആണ്. ദെൻ എഡി കറന്റിന്റെ മറ്റ് ആപ്ലിക്കേഷൻസ് ആണ്, അവരെ നമ്മൾ ഇൻഡക്ഷൻ ഫർണസിൽ ഉപയോഗിക്കും. പിന്നെ ഇലക്ട്രിക് ബ്രേക്കുകളിൽ, ഇലക്ട്രിക് ട്രെയിൻ നിർത്താനായിട്ട് ഇലക്ട്രിക് ബ്രേക്കുകളിൽ നമ്മൾ എഡി കറന്റ് ഉപയോഗിക്കാറുണ്ട്. ഓക്കെ. ഇനി നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഇൻഡക്റ്റൻസ് ആണ്. ആരുടെയോ മൈക്ക് ഓൺ ആണ് കേട്ടോ മക്കളെ, ഒന്ന് ഓഫ് ആക്കണേ. നെക്സ്റ്റ് ടോപ്പിക് ഇൻഡക്റ്റൻസ് ആണ്, ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമ്മളൊരു സർക്യൂട്ട് കൺസിഡർ ചെയ്യുമ്പോൾ അതിലെ കറന്റിന് മാറ്റം സംഭവിച്ചാൽ, എന്താ കറന്റിന് സർക്യൂട്ട് ചേഞ്ചസ്, അവിടെ എന്ത് ചെയ്യപ്പെടുന്നുണ്ട്? ഒരു ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ്, ഒരു മാറുന്ന മാഗ്നറ്റിക് ഫീൽഡ് അവിടെ ഉണ്ടാകുന്നുണ്ട്. ഒരു സർക്യൂട്ടിൽ കറന്റിന് മാറ്റം സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡിനും മാറ്റം സംഭവിക്കുന്നുണ്ട്. ഇനി ഇതിന് ഒരു ഭാഗം ഫീൽഡ് ആ സർക്യൂട്ടിന് ചുറ്റും പോയാൽ, അല്ലെങ്കിൽ പോകുന്നതായിട്ട് നമ്മൾ കൺസിഡർ ചെയ്താൽ, അവിടെ അതിനുള്ളിൽ പോലും ഒരു കറന്റ് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. നമ്മളൊരു സർക്യൂട്ട് സങ്കല്പിച്ചു, ആ സർക്യൂട്ടിനുള്ളിൽ കറന്റ് മാറുന്നുണ്ടെങ്കിൽ അതിനു ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡിനും മാറ്റം സംഭവിക്കുന്നുണ്ട്. ഇനി ആ മാഗ്നറ്റിക് ഫീൽഡിലെ ഒരു കുഞ്ഞു പോർഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ സങ്കല്പിച്ചാൽ അതിനുള്ളിലും ഒരു കറന്റ് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. ഇനി ആ സർക്യൂട്ടിന്റെ അടുത്തേക്ക് നമ്മൾ ഒരു നെയ്ബർഹുഡ് ആയിട്ട് മറ്റൊരു സർക്യൂട്ടിനെ കൊണ്ടുവന്ന് വെച്ചാൽ അവിടെ എന്ത് മാറ്റാണ് വരുന്നത്? ആ മാഗ്നറ്റിക് ഫീൽഡിലും ഒരു മാറ്റം, അതിനു ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡിലും ഒരു മാറ്റം സംഭവിക്കും. ഇൻഡ്യൂസിങ് ആൻ EMF അക്രോസ് ഇറ്റ്. അങ്ങനെ രണ്ടും തമ്മിലായിട്ട് ഒരു EMF അവിടെ ഇൻഡ്യൂസ് ചെയ്യപ്പെടും. അങ്ങനെ induced EMFs can appear in these circuit in two ways. അപ്പോൾ അങ്ങനെ പരസ്പരം അടുത്ത് വരുന്ന ആ സർക്യൂട്ടുകളിൽ രണ്ട് രീതിയിൽ EMF വരാം.
ഒന്ന് സെൽഫ് ഇൻഡക്ഷൻ ആയിട്ടും രണ്ടാമത്തേത് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ആയിട്ടും അല്ലെങ്കിൽ ഇൻഡക്ഷൻ ആയിട്ടും രണ്ട് രീതിയിൽ EMFന് വരാനായിട്ട് സാധിക്കും. ഇനി എന്താണ് സെൽഫ് ഇൻഡക്റ്റൻസ്? ബൈ ചേഞ്ചിങ് കറന്റ് ഇൻ എ കോയിൽ, അതായത് നമ്മളൊരു സർക്യൂട്ട് ഓഫ് കോയിൽ അല്ലെങ്കിൽ ഒരു സർക്യൂട്ട് അല്ലെങ്കിൽ ഒരു കോയിൽ കൺസിഡർ ചെയ്യുന്നു. അവിടെ കറന്റ് മാറ്റുന്നത് വഴി, അതിലെ കറന്റ് മാറ്റുന്നത് വഴി അതുമായിട്ട് നമ്മൾ ബന്ധിപ്പിച്ചിരിക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സ്, ആ കോയിലിലെ ഓരോ ടേണിലും നമ്മൾ ബന്ധിപ്പിച്ചിരിക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സും മാറും. അങ്ങനെ അവിടെ അതിനു ചുറ്റും ഒരു EMF ഉണ്ടാകപ്പെടും. അങ്ങനെ സ്വയം ഉണ്ടാകപ്പെടുന്നതിനെ നമ്മൾ സെൽഫ് ഇൻഡക്റ്റൻസ് എന്ന് വിളിക്കും. ഇനി രണ്ടാമതായിട്ട് വരുന്ന മ്യൂച്വൽ ഇൻഡക്റ്റൻസ്, അവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരു പെയർ ഓഫ് കോയിൽസ് ആണ്. അതായത് ഒന്നിലധികം കോയിൽസ് നമ്മൾ എടുക്കുമ്പോൾ the flux associated with one coil is linked through the other. ഒരു കോയിലിലെ പെയർ ഓഫ് കോയിലിലെ ഒരു കോയിലിലെ വരുന്ന മാഗ്നറ്റിക് ഫീൽഡ് മറ്റൊന്നുമായിട്ടും ലിങ്ക് ആവുന്ന അവസ്ഥയായിരിക്കും ഉണ്ടാകുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് വിളിക്കുന്നത്. മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് വിളിക്കുന്നത്. ഇനി സെൽഫ് ഇൻഡക്റ്റൻസ്. ഇനി എന്താണ് സെൽഫ് ഇൻഡക്റ്റൻസ്? സെൽഫ് ഇൻഡക്റ്റൻസ് കാണാനായിട്ട് നമ്മളൊരു ലൂപ്പ് ഓഫ് കണ്ടക്ടിങ് മെറ്റീരിയലിനെ കൺസിഡർ ചെയ്യുന്നു. അതിലൂടെയുള്ള മാഗ്നറ്റിക് ഫീൽഡ് B ആയിട്ട് എടുക്കുന്നു. മാഗ്നറ്റിക് ഫീൽഡ് സ്വാഭാവികമായിട്ട് അവിടെ ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് കൊണ്ടുവരും. അങ്ങനെയാണെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സിനെ ടോട്ടൽ ചെയ്യുമ്പോൾ നമ്മുടെ സാധാ ഇക്വേഷൻ, നോർമൽ ഇക്വേഷൻ d∅ എന്ന് പറയുന്നത് B.ds ആയിട്ട് എടുക്കുന്നു. ഇനി നമ്മൾ മറ്റൊരു പുറത്തുനിന്ന് ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് ഇല്ലല്ലോ, അല്ലെങ്കിൽ എന്താണ് ഒരു അഡ്ജസ്റ്റന്റ് ക്യാരിയിങ് കറന്റ് കോയിലൊന്നും ഇല്ല. അപ്പോൾ ബയോ-സാവർട്ട്സ് ലോ നിയമപ്രകാരം എന്താണ് മാഗ്നറ്റിക് ഫീൽഡിലുള്ള കറന്റിന്, അങ്ങനെയാണെങ്കിൽ ഫൈ എന്ന് പറയുന്നതും ഐക്ക് പ്രൊപ്പോർഷണൽ ആണ് മാഗ്നറ്റിക് ഫ്ലക്സ്. അപ്പോൾ ഫൈന്റെ പ്രൊപ്പോർഷണാലിറ്റി ചിഹ്നം മാറ്റാനായിട്ട് നമ്മൾ എല്ല് കൊണ്ടുവരും. എൽ എന്ന് പറയുന്നത് സെൽഫ് ഇൻഡക്റ്റൻസിന്റെ ചിഹ്നമാണ്. അങ്ങനെയാണെങ്കിൽ ആ ഒരു മാറ്റത്തിനെ എതിർക്കുന്ന അത്തരത്തിലുള്ള സർക്യൂട്ട് എലമെന്റുകളെ നമ്മൾ ഇൻഡക്ടേഴ്സ് എന്ന് വിളിക്കും. അവര് കോയിലുകളുടെ ഷേപ്പിലാണ് ഇരിക്കുക. ഇൻഡക്ടറിന്റെ ചിഹ്നം നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ഇത് ഇൻഡക്ടർ ആണ്. മാച്ച് ദ ഫോളോയിങ്ങില് ഇത് തന്നിട്ട് എന്താണെന്നുള്ള അർത്ഥത്തിൽ ചോദിക്കാം. ഇനി നമ്മളവിടെ ആ ഒരു കോയിലിനെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനുള്ളിലേക്ക് വല്ല അയൺ കോറൊക്കെ തമ്മിൽ ബന്ധിപ്പിച്ചു കഴിഞ്ഞാല് അതിനെ കാണിക്കുന്നതാണ് ആ ഒരു ഇൻഡക്റ്റൻസിന്റെ ചിഹ്നത്തിന്റെ മുകളിൽ പാരലൽ ആയിട്ട് രണ്ട് പാരലൽ ലൈൻസ് പാരലൽ ആയിട്ട് ലൈൻസ് വരയ്ക്കുന്നതാണ് എന്ന് പറയുന്നത് അയൺ കോറിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. The inductance of an indicator depends on the geometry. അപ്പൊ ഇതിന് അഥവാ സെൽഫ് ഇൻഡക്റ്റൻസ് ഒക്കെ 3 മാർക്സിൽ ചോദിച്ചാൽ നിങ്ങൾ ആ ഇക്വേഷൻ ഈ 2 പാഠമൊക്കെ വരച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ആ പോർഷൻ കവർ ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാവും. അപ്പൊ അങ്ങനെയെങ്കിലുമൊക്കെ എഴുതാനായിട്ട് ശ്രമിക്കണം കേട്ടോ. ഇനി ഫാരഡേ നിയമം സെൽഫ് ഇൻഡക്റ്റൻസിന്റെ രൂപത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ് നോക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ തൽക്കാലം ഫാരഡേ ലോയും ലെൻസസ് ലോയും കൂടി നമ്മൾ കമ്പൈൻ ചെയ്ത് ഇവിടെ പറയുന്നുണ്ട്.